യാക്കോബിന് 4 സ്ത്രീകളിൽ നിന്ന് ജനിച്ച കുട്ടികളാണ് ഗോത്രപിതാക്കന്മാരെല്ലാവരും തന്നെ. രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ളതായ ഗോത്ര പിതാക്കന്മാർ. നമ്മൾ ചിന്തിച്ചല്ലോ, അതിൽ ബെന്യാമീൻ ഒഴികെ ബാക്കി എല്ലാ മക്കളും യാക്കോബിന് അന്യദേശത്ത് ജനിച്ച മക്കളാണ്. ബെന്യാമീൻ മാത്രമാണ് ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ വാഗ്ദത്ത ദേശത്ത് ജനിച്ച സന്തതി. ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട 29-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 30-ാം അധ്യായത്തിൻ്റെ 24 വരെയുള്ള തിരുവെഴുത്തുകളിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെന്യാമീന്റെ ജനനം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ, അത് നമ്മൾ പഠിച്ചതാണ്. 36-ാം അധ്യായത്തിൽ ഏദോമിന്റെ വംശ പാരമ്പര്യം ഏശാവിന്റെ. 37-ാം അധ്യായം മുതൽ യോസേപ്പിന്റെ ചരിത്രങ്ങൾ ആരംഭിക്കുന്നു. ഏതാണ്ട് 50-ാം അധ്യായത്തോടു കൂടിയാണ് ആ ഭാഗങ്ങൾ പര്യവസാനിക്കുന്നത്. അപ്പോൾ ഈ ഗോത്രങ്ങൾ ഇത്രയും ഉണ്ടെങ്കിലും നമുക്കറിയാം, എബ്രയീം എന്ന ഗോത്രം യാക്കോബിന്റെ പുത്രൻ അല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും ഈ ഭാഗങ്ങൾ സംസാരിച്ചിട്ടുള്ളത് നിങ്ങളും വായിച്ചും ധ്യാനിച്ചും കേട്ടും ഗ്രഹിച്ചും ഇരിക്കുന്നവരുമാണ്. അപ്പോൾ എബ്രയീം എന്ന ഈ കുട്ടി യാക്കോബിന്റെ പുത്രൻ അല്ല, പിന്നെയോ യോസേപ്പിന്റെ പുത്രനാണ്. യോസേപ്പിന് എവിടെ വെച്ചാണ് ഈ കുട്ടി ജനിച്ചത്? എബ്രയീം യോസേപ്പിന് എവിടെ വെച്ച് ജനിച്ചു? മഴയുടെ കാഠിന്യമുണ്ട്, അതുകൊണ്ട് ഈ ഷീറ്റിൻ്റെയും ഓടിൻ്റെയും പുറത്ത് വെള്ളം വീടുന്നത് കൊണ്ട് നിങ്ങൾ ശബ്ദമെടുത്താലും അധികം കേൾക്കത്തില്ല എന്നറിയാം. എങ്കിലും നിങ്ങൾ ചുണ്ട് കൂർപ്പിക്കുമ്പോൾ എനിക്കറിയാം പറയുന്നത് എന്താണ്. അപ്പോൾ അതുകൊണ്ട് യോസേപ്പിൻ്റെ പുത്രനായിരുന്നു എബ്രയീം. യോസേപ്പിന് എവിടെ വെച്ച് ജനിച്ചു? മിസ്രൈമിൽ വെച്ച് ജനിച്ചു. എപ്പോൾ ജനിച്ചു? നിങ്ങളാരും സ്ഥലത്തില്ലെന്ന് എനിക്കറിയാം ഏതാ ഈ എബ്രയീമിനെ പ്രസവിച്ച സമയത്ത്. എങ്കിലും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ വെച്ച് ജനിച്ചു? മിസ്രൈമിൽ വെച്ച്. എപ്പോൾ ജനിച്ചു? സന്ധ്യയായപ്പോഴോ? മന്ത്രിയായപ്പോ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ കൊടുത്തിരിക്കുന്നത് മിസ്രൈമിൽ വെച്ചാണ് എബ്രയീം ജനിക്കുന്നത്. അല്ല, ഇങ്ങനെ ഒരു പ്രയോഗം, ക്ഷാമകാലം വരുന്നതിന് മുൻപ്. അപ്പോൾ ഏത് കാലത്താ? ക്ഷാമകാലം വരുന്നതിന് മുമ്പ്. അപ്പൊ ഏത് കാലം? ഏതാ തങ്കച്ച? ഏത് കാലമാ? ഒരു വല്ലാത്ത കാലമാ. ക്ഷാമകാലം വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ കാലം. അപ്പോൾ ഈ സുഭിക്ഷതയുടെ കാലത്ത് 2 പിള്ളേർ യോസേപ്പിന് ജനിക്കുക. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിന്റെ 41-ാം അധ്യായത്തിന്റെ 50-51 തിരുവെഴുത്തുകൾ. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസിനത്ത് പ്രസവിച്ചു. വായിക്കുന്നവർക്ക് ആ മൈക്ക്, ഇത് നടുക്കിരിക്കുന്ന മൈക്ക് ഓൺ ചെയ്ത് വെച്ചേക്കാന്നോ? എടുക്കണ്ട, അതവിടെ ഇരുന്നാൽ മതി. അത് അവിടെ ഇരുത്തുന്ന മൈക്ക. അപ്പം നിങ്ങൾ ഉറക്കെ വായിക്കുമ്പോൾ അത് കയറി പിടിച്ചോളും. അങ്ങനത്തെ മൈക്ക അത്. ഇനി വായിച്ച ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസിനത്ത് പ്രസവിച്ചു. ഇപ്പൊ ഈ വാക്യം വായിക്കുമ്പോൾ ചിലക്ക് ഡൗട്ട് ഉണ്ടാകുക, പുള്ളിയുടെ ഭാര്യ ആ മകള് പോത്തിഫേറയുടെ പുത്രി. അപ്പൊ ഏത് പോത്തിഫേറ? നമ്മുടെ മറ്റേ പോത്തിഫേറ അല്ല. ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറ. വേറൊരു കക്ഷിയുണ്ട്. ഏതാ? സ്തോത്രം.
അത് വേറൊരു പൊത്തി പറ. പുള്ളി ഈ അമ്മാമ്മ പറയാൻ പോലെ ജീവിക്കുന്ന ആളാണ്. ഒന്നെങ്കിൽ ഭാര്യയെ പേടിയായിരിക്കും. അതിന് എന്നാളൊരാൾ പറഞ്ഞു പുള്ളിക്ക് BP ഉണ്ടെന്ന് പറഞ്ഞു. ഭാര്യയെ ഒന്നെങ്കിൽ അതാകാനാ സാധ്യത. അതിൽ ആ തള്ള പറഞ്ഞതുപോലെ ആ പുള്ളി ചെയ്തത്. അവരെ ആ തുണിയെല്ലാം എടുത്തു ചുരുട്ടിക്കൂട്ടിയിരുന്നു. ഭർത്താവ് വന്നപ്പോൾ അതെടുത്ത് കാണിച്ചു. അയാളത് വിശ്വസിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ല എന്നറിയത്തില്ല. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. എന്നാൽ തിരുവെടുത്ത് നന്നായിട്ട് വിശ്വസിച്ചോണം. അതിന് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. പക്ഷെ കേൾക്കുന്നതെല്ലാം ഒന്നും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നിന്റെ ജീവിതം തകർന്നു പോകും. അത് എല്ലാവരോടും കൂടിയ ഭാര്യ പറയുന്ന എല്ലാം ഒന്നും വിശ്വസിക്കരുത്. ഭർത്താവ് പറയുന്ന എല്ലാം ഒന്നും വിശ്വസിക്കരുത്. പിള്ളേർ പറയുന്ന എല്ലാം ഒന്നും വിശ്വസിക്കരുത്. മാതാപിതാക്കൾ പറയുന്ന എല്ലാം ഒന്നും വിശ്വസിക്കരുത്. എന്നാൽ സത്യം മാത്രം പറയുന്നവരുണ്ട്. എന്നാലും ഇടയ്ക്ക് ഒരു പൊടി അങ്ങനെയുള്ളവരുണ്ട്. സ്തോത്രം. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫറുടെ പുത്രി ആസനത്ത്. ഈ ജാതികൾക്ക് പുരോഹിതന്മാരുണ്ട്. അങ്ങനെ ജാതീയ പുരോഹിതനായിരുന്നു യോനിലെ പുരോഹിതനാകുന്ന പോത്തിഫർ. അയാളൊരു പുരോഹിതനാണ്, ജാതീയ പുരോഹിതൻ. ദൈവജനത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവജനത്തിന് പുരോഹിതന്മാരുള്ളതുപോലെ തന്നെ ജാതികൾക്കും പുരോഹിതന്മാരുണ്ട്. അങ്ങനെയുള്ളൊരു പുരോഹിതനാണ് ഈ യോസേപ്പിന്റെ അമ്മായിയപ്പൻ, ഓനിലെ പുരോഹിതൻ. വേറൊരു പുരോഹിതൻ ഇതുപോലെ ജാതീയ പുരോഹിതനുണ്ട്. ആരാ? നിങ്ങൾക്കറിയാം. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. മോശയുടെ അമ്മായിയപ്പനായ യിത്രോ. സ്തോത്രം. ഇങ്ങേരുടെ പേര് യിത്രോ. അതെവിടുത്തെ പുരോഹിതനാ? മിദ്യാനിലെ പുരോഹിതൻ. അപ്പോൾ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫറും മിദ്യാനിലെ പുരോഹിതനാകുന്ന യിത്രോയും. അപ്പോൾ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫറുടെ പുത്രി ആസനത്ത്, അതാണ് യോസേപ്പിന്റെ ഭാര്യ. ആ സ്ത്രീയിൽ കൂടി 2 പിള്ളേര് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ കാലത്ത് യോസേപ്പിന് ജനിച്ചു. ഇനി 41 50 51 തിരുവെടുത്തുകൾ വായിച്ചേ. അപ്പൊ ശ്രദ്ധിക്കുക, യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2ാമത്തെ പുത്രനാണ് എബ്രയീം. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫറുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേപ്പ് തന്നെ ആദ്യജാതന് മനേഷെ എന്ന് പേരിട്ടു. മനേഷെ എന്ന വാക്കിൻ്റെ ഒരർത്ഥം മറക്കുക. മറക്കുക എന്ന് പറഞ്ഞാൽ മനേഷെ ജനിച്ചപ്പോൾ യോസേപ്പ് പല കാര്യങ്ങളും അങ്ങ് മറന്നു. മനഃപൂർവ്വം മറന്നതാ. ആ പദത്തിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? എൻ്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഇതാ: വീട്ടിൽ വെച്ച് അനുഭവിച്ച തിക്താനുഭവങ്ങളും സ്വന്തം കുടുംബത്തിൽ അനുഭവിച്ച മനോവേദനകളും ദുഃഖങ്ങളും സ്വന്തം സഹോദരന്മാർ തന്നെ പീഡിപ്പിച്ചതും ഉപദ്രവിച്ചതും എല്ലാം യോസേപ്പ് അങ്ങ് മറന്നു. ഈ രാവിലത്തെ ബൈബിൾ പഠനത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മിപ്പാനുള്ളത്, മനഃപൂർവമായി ചില വിഷയങ്ങൾ നിങ്ങൾ മറക്കണം. അല്ലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയാകുകയല്ല. ചിലർ പറയാറുണ്ട്, പാസ്റ്റർ ഞാൻ എല്ലാം മറക്കാം, പക്ഷേ ആ കാര്യം മാത്രം
എനിക്കറിയാവുന്ന ഒരു സഹോദരി കണ്ണിന് ഒരല്പം ബലഹീനതയുണ്ട്. അവർ പറഞ്ഞുള്ള അറിവാ. അവരെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സന്ദർഭത്തിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരും, അമ്മയുണ്ടോയെന്നറിയത്തില്ല, അവരെല്ലാവരും കൂടെ ചേർന്ന് പരിഹസിച്ചു. അവരെ ആക്ഷേപിച്ചെന്നാ പറയുന്നത്. ആ സ്ത്രീ ഇന്ന് വരെ ആ വിഷയം മറന്നിട്ടുമില്ല. അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും പെന്തിക്കോസുവാ. ആരാ, എന്തുവാ, എവിടാന്ന് എന്നോടിപ്പോൾ ചോദിക്കരുത്. അങ്ങനെ മറന്നില്ലെങ്കിൽ, വിട്ടുകളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട നന്മകളും അവകാശങ്ങളും എല്ലാം തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ ഉപവസിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ രക്ഷപ്പെടുകയില്ല. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം, മറക്കേണ്ടതിനെ മറക്കണം, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം, ത്യജിക്കേണ്ട വിഷയം ത്യജിച്ച് കളയണം. യോസേഫിനെ മാനുഷികമായി ചിന്തിച്ചാൽ മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങളായി സഹോദരന്മാർ കാട്ടിക്കൂട്ടിയത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ദേഷിക്കുകയും അസൂയപ്പെടുകയും ദുരാലോചന കഴിക്കുകയും കൊല്ലാൻ പദ്ധതി ഇടുകയും 20 വെള്ളിക്കാശിന് വിൽക്കുകയും, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. അത് കുടുംബത്തിൽ നിന്നാ, അന്യരൊന്നുമല്ല. പെന്തിക്കോസിൽ വന്നിട്ടും സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാത്ത എത്ര എണ്ണത്തിന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങൾക്കും അറിയാമെന്നല്ല, ഇനി നിങ്ങൾ ചിലർ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നുള്ളതാ എൻ്റെ ചിന്ത. ചേട്ടൻ IPC, അനിയൻ ചർച്ചോക്കോട്, ഇളയ അനിയൻ ചാരോൻ, നടുവത്തെ പുള്ളി അസംബ്ലി സഹോട്, തള്ളയൊരെണ്ണം TPM-ലും. ഒരെണ്ണം മിണ്ടുകയില്ല, യോജിക്കുകയില്ല. രാവിലെ 10 മണിയാകുമ്പോൾ സിയോങ്കിതാവലിയായിട്ട് ഓടുന്ന ഓട്ടം. മിണ്ടുന്നില്ലല്ലോ ആരും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ പുതിയ വിഷയങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാ നല്ലത്. ഈ ബൈബിൾ ക്ലാസ് എന്തിനാന്ന് ചോദിച്ചാൽ വചനം പഠിക്കുകയും ചെയ്യണം, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് ക്രമീകരണവും വരണം. അല്ലാതെ 12 പോയിന്റ് എഴുതിയെടുത്തേച്ച് കൂടെ കൂടെ നോക്കി 2ാം പോയിന്റ് ആകുമ്പോൾ വിറയ്ക്കുന്നതല്ല. ബൈബിൾ ക്ലാസ് എടുക്കുന്നത് വചനം നമ്മൾ പഠിക്കുകയും ചെയ്യണം, അപ്പോൾ തന്നെ നമ്മുടെ പഠിപ്പിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിത ക്രമീകരണം കൂടെ വരണം. ഇതെല്ലാം വന്ന് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ മോദമോടെന്നും വാസിക്കും യുഗായുഗം, മോദമോടെന്നും വാസിക്കും യുഗായുഗം. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്നെ നായകനേ, നീ മരുവാസം തുടർന്നിടുവാൻ. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യ ആത്മനായകനേ, ഈ മരുവാസം തുടർന്നിടുവാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. നമ്മളുടെ ബൈബിൾ ധ്യാനവും പഠനമൊക്കെ കുറെ വാക്യങ്ങളും വിഷയങ്ങളും പഠിച്ചു വെക്കുക, അത് നല്ലതാ. അത് മാത്രമല്ല, ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിന് ക്രമീകരണവും കൂടെ വരണം. ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പഠിപ്പിക്കുന്ന ഞങ്ങളെല്ലാം തികഞ്ഞേച്ച് ഇവിടെ വരുന്ന പഠിപ്പിക്കുകയല്ല. ചില വാക്യങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആ ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ് എടുക്കുന്നയാളും ഞാൻ എന്നെ പ്രതിയാക്കുക യഥാസ്ഥാനപ്പെടണം. സ്തോത്രം. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത് പുള്ളി ഞങ്ങൾക്കിട്ട് തന്നെ വെച്ച് അനത്തുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും എല്ലാ ഉപദേശന്മാരും പറയുന്നത് ഞാനങ്ങ് കാണിക്കുക, ഇങ്ങനെയാണല്ലോ. മനസ്സിലായി കാണും. എന്തോ മനസ്സിലായി? വെടിവെക്കുക എന്നോ? നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? ശുഭ്രതന് എന്തോ മനസ്സിലായി?
1 നിങ്ങൾക്ക്, 3 എനിക്ക്. ഈ വരല് നിങ്ങൾക്കും എനിക്കും തമ്മിൽ ദൈവം സാക്ഷി. നിങ്ങൾക്ക് 1 ഉള്ളു, എനിക്ക് 3 എൻ്റെ നെഞ്ചിന് നേരെ. അപ്പം ഈ ക്ലാസ് എടുക്കുന്നവർക്ക് ആ കൂടുതൽ ശിക്ഷാവരി, നിങ്ങൾക്ക് അത്രയും വരികയല്ല. അപ്പം നിങ്ങൾക്കൊരാശ്വാസമായി. ഇത് ബൈബിൾ ക്ലാസ് ആശ്വാസത്തിനും കൂടാണല്ലോ, ദൈവത്തിൻ്റെ മകത്വം. അപ്പം ശ്രദ്ധിക്കുക, ചില വിഷയങ്ങളെല്ലാം നമ്മൾ മറക്കണം. അമ്മായിയമ്മ നിന്നോട് ചെയ്തതെല്ലാം അങ്ങ് മറക്കണം, അതും പിടിച്ചോണ്ടിരിക്കരുത്. എൻ്റെ അമ്മാമ്മ എന്നെ കെട്ടിക്കൊണ്ട് വന്ന കാലം ഈ തള്ള ചെയ്തതെല്ലാം എൻ്റെ ഹൃദയത്തിരിക്കാൻ ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഇന്നലത്തെ പോലെ ഞാൻ, നിങ്ങൾ പറയുന്ന ഡയലോഗ് ഒന്ന് പറഞ്ഞു, ഇന്നലത്തെ പോലെ ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ച വെച്ച് സങ്കീർത്തനകാരാന്ന് ഓർക്കുന്നില്ല. 25 കൊല്ലം മുമ്പ് അമ്മാമ്മ ചെയ്തതല്ല ഇന്നലത്തെ പോലെ, അതെല്ലാം അങ്ങ് വിട്ടുകള. മരുമകള് നിന്നോട് ചെയ്തത്, പ്രവർത്തിച്ചത്, അവൾ ചിലപ്പം വന്നപ്പോൾ ചെറുപ്രായത്തിൽ വന്നതാ, ഒരു ബാലിശമാണ്, പക്വത വന്നില്ല, അപാകതകൾ വന്നു കാണും, അതെല്ലാം അങ്ങ് വിട്ടുകളയണം. അല്ലാതെ അത് രാവിലെ നെടുക നടന്ന് എല്ലാവരോടും പറയുകയല്ല, വിട്ടുകളയണം. മനസ്സിലാകുന്നുണ്ടോ? സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ചിലപ്പം വന്നെന്ന് വരാം, അതെല്ലാം അങ്ങ് വിട്ടുകളയണം. ഞാൻ കൂടുതലും പെന്തിക്കോസുകാരോടായി പറയുന്നത്. അവരാന്നല്ലോ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഇങ്ങനെ പക്കി പറക്കും പോലെ ആത്മാവിൽ സ്തോത്രം വന്നങ്ങ് ഗരുഡം തുള്ളും പോലെ തുള്ളുക. പണ്ട് ഗരുഡം തൂക്കം ഉണ്ടായിരുന്നു, കൊളുത്തിയിട്ട് ഇങ്ങനെ നിന്ന്. അതൊക്കെ നല്ലതാ, പക്ഷേ ജീവിതത്തിൽ ക്രമീകരണം വരുത്തണം. മറക്കേണ്ട വിഷയങ്ങളെല്ലാം അങ്ങ് മറക്കണം. ദൈവം ചെയ്തതെല്ലാം ഓർത്തിരിക്കണം. സ്തോത്രം. കൂട്ടുസഹോദരൻ എന്തെങ്കിലും അപാകതകൾ ചെയ്തെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കണം, മറക്കണം. അത് ചിന്തിച്ച് വൈരാഗ്യബുദ്ധിയോടിരുന്നാൽ നിന്റെ നന്മയും പോകും, നീ എരിയാകുകയില്ല. അവസാനം നീ കടന്ന് നിങ്ങൾ ഈ കുടച്ചക്രം കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല. അതാണ് നീ കുടച്ചക്രം കറങ്ങും പോലെ രക്ഷപ്പെടുകയല്ല. അപ്പം രക്ഷപ്പെടാനുള്ള മാർഗമാ പറഞ്ഞു തരുന്നത്. ഇനി വിട്ടുകളഞ്ഞേക്കണം. അപ്പം ഈ സഹോദരന്മാർ ചെയ്തതും പ്രവർത്തിച്ചതല്ല യോസേഫ് അങ്ങ് മറന്നു. മനേശെ ജനിച്ചപ്പം മറന്നു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുക. ഇതിനകത്തൊരു ആത്മീക പാഠം പറയാം, ഒരു ആത്മീക പാഠം. ഒരു ജനനം നടക്കുക തൻ്റെ കുടുംബത്തിൽ, ഒരു ജനനം. യോസേഫിൻ്റെ ജീവിതത്തിൽ ഒരു ജനനം വീട്ടിൽ നടക്കുന്നു, മനേശയുടെ ജനനം. ഒരു സന്തതി തൻ്റെ കുടുംബത്തിൽ ജനിക്കുന്നു. വേറെ പഠിതാക്കൾ പറയുന്നത് എബ്രഹീമും മനേശയായിട്ട് 1-2 വയസ്സിന് വ്യത്യാസമെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ ഒരു ജനനം നടക്കുക. ആ ജനനം നടന്നപ്പോൾ യോസേഫ് പഴയ കാര്യങ്ങളെല്ലാം മറന്നു. ഇതിനകത്തെ ആത്മീയ പാഠം. ദൈവസഭയ്ക്കകത്ത് ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ച് ഈ കൃപയിൽ സഭയിൽ വരുമ്പോൾ അതിന് മുമ്പ് വന്ന വിശ്വാസികളെല്ലാം ഞാൻ സഹിതം പഴയ കാര്യമെല്ലാം അങ്ങ് മറന്ന് വിട്ടുകളയണം എന്ന് പറഞ്ഞാൽ, പുതിയ വിശ്വാസി വീണ്ടും ജനനം പ്രാപിച്ചു വരുമ്പോൾ പഴയ കാര്യമെല്ലാം എടുത്ത് നീ ഇടരുതെന്ന്. മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ സമയമുള്ളത് കൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നേച്ച് അടുത്ത ശുശ്രൂഷ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയണം, മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയണം. അത് നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. എന്തോ മനസ്സിലായി? മനസ്സിലായവർ കൈ പൊക്കിക്കേ. എന്തോ മനസ്സിലായി? ഒരാൾ എഴുന്നേറ്റ് പറയണം. ഒരാൾ മനസ്സിലായതിൽ ഒരാൾ എഴുന്നേറ്റ് പറയണം എന്തോ മനസ്സിലായി.
മേരിയമ്മ. ഒരാളെ പുതുതായി വീണ്ടും ജനനം പ്രാപിച്ച് സഭയിൽ വരുമ്പോൾ ആ ആളോ അല്ലെങ്കിൽ നേരത്തെ സഭയിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞ ആ ആളിനെയോ സഭയെയോ ബുദ്ധിമുട്ടിക്കരുത്. അതെല്ലാം മറക്കണം. അതാണ് മറക്കുന്നത്. അങ്ങനെ വല്ലതും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഉള്ളതെല്ലാം മറന്നിട്ടുണ്ട്. എന്നായിരിക്കെ ഇനി മനസ്സിലായവരെഴുന്നേറ്റെ. ആർക്കും മനസ്സിലായില്ലേ? ആരാണ്ടെല്ലാം കൈപൊക്കിയായിരുന്നല്ലോ ചടിയാടാന്ന്. എഴുന്നേക്ക്. സായിച്ചാൻ എഴുന്നേറ്റു, ലളിത ആൻറ്റി എഴുന്നേറ്റു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഒരു വ്യക്തി, ഞാൻ സമയം പോകുന്നത് കൊണ്ട് അവർ നിങ്ങളെ ആദരിക്കുന്നു. ഒരു വ്യക്തി പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് സഭയിൽ വരുമ്പോൾ ആ വ്യക്തി കേൾക്കയോ മറ്റുള്ളവർ കേൾക്കയോ പഴയ കാര്യങ്ങളൊന്നും, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ജെയ്സൺ വന്നതാ, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക. സ്തോത്രം. ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ചു ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ പഴയ വിശ്വാസികൾ, ഇതിന് മുമ്പ് വന്നവർ, കൂട്ടുവിശ്വാസിയുടെ ചരിത്രമോ കൂട്ടുവേലക്കാരുടെ ചരിത്രമോ മുൻപ് നടന്ന വിഷയങ്ങളോ എടുത്ത് വിളമ്പരുതെന്നാ ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. ആട്ടെ, ഇത് യോഗം കഴിഞ്ഞ് നേരെ വിളിച്ച് ബാത്റൂമിൻ്റെ സൈഡിലോ താഴത്തെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലോ തെങ്ങിൻ്റെ മൂട്ടിലോ എന്തോ നമ്മുടെ മരത്തിൻ്റെ പേര് തേക്കിൻ്റെ മൂട്ടിലോ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് ചെന്നേച്ച് നിന്നങ്ങ് വിളമ്പുക. നിന്റെ പരിപ്പ് ദൈവം ഇളക്കും. നിന്റെ ചെറുകുടൽ വൻകുടലിനെ തിന്ന് നീ അവസാനം കടന്ന് കുഴയും. നീ ദൈവസഭയോടാ കളിക്കുന്നത്. നിങ്ങൾ പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. ആരേലും പറയുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യമായി പറയുന്നത്. നിന്റെ സന്തതിയും രക്ഷപ്പെടുകയല്ല. എന്നെ മുഖത്തിനൊരു മ്ലാനത നിങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം മുഖത്തിനൊരു, ഞാൻ എഴുന്നേക്കാം, അല്ലാതെ എല്ലാവരെയും ഒന്ന് നോക്കട്ടെ. ഞാൻ തൊടുകൈക്ക് പറഞ്ഞായിരുന്നല്ലോ, മനസ്സിലായോ? എന്തോ മനസ്സിലായി? ഈ സഭ ഇനി വരാൻ കൊള്ളുകയല്ലെന്ന് അറ്റ കൈക്കാണ് നീ ഇവിടെ വന്ന് കയറിയേക്കുന്നത്. ശരിയാകാനാന്ന് ഇവിടം കൊണ്ട് ശരിയായി പോകാനുള്ളതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ എന്നെ പ്രതിയാക്കിയ ഒരു പുതിയ വ്യക്തി വീണ്ടും ജനം പ്രാപിച്ച് സഭയ്ക്കകത്ത് വരുമ്പോൾ, മനേശ ജനിച്ചപ്പോൾ യോസേഫ് എല്ലാം മറന്നില്ലേ? ഒരു പുതിയ വിശ്വാസി വീണ്ടും ജനം പ്രാപിച്ച് വരുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് പമ്മി നടന്നേ സഭയുടെ ചരിത്രവും സഭയിൽ വരുന്നവരുടെ ചരിത്രവും, പാസ്റ്റ് അങ്ങനെ, ശിവ പാസ്റ്റ് ഇങ്ങനെ, അനീഷ് കാവാലം ഇങ്ങനെ, ഷിനു പാസ്റ്റ് ഇങ്ങനെ. നിങ്ങൾക്ക് സാബുചാനെയും ഫാമിലിയെ അറിയാമല്ലേ? അറിയേണ്ടതാ. കോട്ടാലിലെ തള്ളയുടെ ചരിത്രം വല്ലതും നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, എനിക്കറിയത്തില്ല. അവരാരാ മോളെന്നറിയാമോ? അടൂരിൽ ഇപ്പോൾ ഒരു മേരി കൊച്ചമ്മ എവിടെ വരുന്നുണ്ട്. തള്ള കാഞ്ഞ വിത്ത, അത് കാഞ്ഞ എവിടെ ഇരുന്നോട്ടെ, അത് ദൈവം നോക്കിക്കോളും. സ്തോത്രം. തബല വായിക്കാൻ വരുന്ന വെട്ടിയാറിലെ ഷീനു, അവൻ ആരാ? പൊന്നുമോന. അവൻ പാടില്ല, പാടില്ല. സ്തോത്രം. ഒരു വ്യക്തിയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ നിന്റെ കൊടല് പഴുക്കുമെന്നായി പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചേക്കരുത്. ഇത് പറയുമ്പോൾ ഞാൻ എന്നെയും കൂടെ സമർപ്പിച്ച് ഭയത്തോടാ ഞാനിത് പറയുന്നത്. അടുത്ത ആഴ്ച ഞാൻ തന്നെ ക്ലാസ് എടുക്കണമെന്ന് നിങ്ങൾ പറ.
എടുത്താച്ച ഇതല്ല വേറെയാ. പിന്നെ സ്തോത്രം. വാക്കുകൾ ശ്രദ്ധിക്കണം, സംസാരം ശ്രദ്ധിക്കണം, സമീപനം ശ്രദ്ധിച്ചു വേണം. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി വിഷയമുണ്ട്. യോസേപ്പ് ചിന്തിച്ചാൽ എന്തെല്ലാം വൈതരണികളാ. കെഞ്ചു പാടിയതാ, ചേട്ടായി എന്നെ വിൽക്കരുത്, ഞാനിനി സ്വപ്നവും പറയത്തില്ല, അർത്ഥവും പറയത്തില്ല, ഞാൻ ഏതെങ്കിലും മൂല പാമ്പി എന്നെ വിൽക്കരുത്. ഈ കടോര ഹൃദയന്മാർക്ക് ഒരു മനസാക്ഷിയില്ല. കൊടുക്കടാ, 20 കടല തിന്നാവല്ലോ. പിടിച്ചു വിറ്റു. സ്തോത്രം. ഇതെല്ലാം ജീവിതത്തിന്റെ വളരെ തിക്താനുഭവങ്ങളാ. പക്ഷേ മനേഷ ജനിച്ചപ്പോൾ മുഴുവനും മറന്നു. അങ്ങനെ മറന്നാൽ നിനക്കും നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. നിന്നെയും നിന്റെ സന്തതിയെയും ദൈവം ഉയർത്തും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നിന്റെ സന്തതി പോകുന്നിടത്ത് ഒരു ദോഷം വരികയില്ല. നീ അറിയാത്ത വഴിയും നന്മയും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരും. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും. നന്മയും കൃപയും നിത്യവും പിന്തുടരും. വെണ്മയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. വെണ്മയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. അനുഗമിച്ചിടും ഞാൻ മുൻപോട്ട് പോകാം. മനേഷെ ജനിച്ചപ്പോൾ യോസേപ്പ് പല കാര്യവും മറന്നു. എന്റെ സകല കഷ്ടതയും പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേപ്പ് തന്റെ ആദ്യജാതന് മനേഷെ എന്ന് പേരിട്ടു. അടുത്ത വാക്യം, സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമത്തവന് എബ്രഹീം എന്ന് പേരിട്ടു. അപ്പോൾ യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച രണ്ടാമത്തെ പുത്രനാണ് എബ്രഹീം. എബ്രഹീം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം വർധനവ്, അല്ലെ വർദ്ധിപ്പിക്കുക. വർധനവുണ്ടാകണം. സഭയ്ക്ക് വർധനവുണ്ടാകണം. സഭയ്ക്ക് സ്തോത്രം. സഭയ്ക്ക് വർധനവുണ്ടാകണം. 4, 3, 7 പേര് തുടങ്ങിയപ്പോഴും അവസാനം വരെ അങ്ങോട്ട് ശരിയല്ലത്. കഴിഞ്ഞ ദിവസം ഉണ്ണിച്ചായം പ്രസംഗിച്ചത് ഞാൻ അതിൻ്റെ പ്രാരംഭ ഭാഗം കേട്ടപ്പം അത് കടമെടുക്കുക. എൻ്റെതല്ല, ഉണ്ണിച്ചായം പറഞ്ഞതാ, KM ജോസഫ് അവർകൾ. ഇപ്പോഴത്തെ വിശ്വാസികൾക്കെല്ലാം 10 കൽപ്പനയുടെ ആദ്യത്തെ കൽപ്പനയാ പ്രമാണം. സഭയെ വന്നു കഴിഞ്ഞാൽ 10 കൽപ്പനയുടെ ആദ്യത്തെ പ്രമാണം ഉറക്കെ പറ, ഞാനല്ലാതെ അന്യദൈവം. ഇതായിപ്പോഴത്, ഞാനല്ലാതെ ഈ സഭയെ വേറെ ആരും വരരുത്. പിന്നെ അങ്ങനെ വർദ്ധിക്കും. ഞാനല്ലാതെ വേറെ ആരും ഈ സഭയെ കാണരുത്. ഞാൻ മാത്രമേ തമ്പേർ അടിക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്ക് ഈ തമ്പേർ ഞാൻ കൊടുക്കുകയല്ല. ഞാൻ മാത്രമായിരിക്കണം തബല വായിക്കുന്നത്, ഞാൻ മാത്രമായിരിക്കണം ഹാർമോണിയം വായിക്കുന്നത്, ഞാൻ മാത്രമായിരിക്കണം ഈ കസേര ഇരിക്കുന്നത്. എൻ്റെ ചിന്തയാ. വേറൊരുത്തനെ ഞാൻ ഇരുത്തുകയില്ല. ഇരുത്തിയാവനെ ഞാൻ അന്നേരം പറപ്പിക്കും. എങ്ങനെ സഭ വളരും? ഞാൻ മാത്രമായിരിക്കും പ്രസംഗിക്കുന്നത്. വേറൊരുത്തനും ഞാൻ പ്രസംഗം വിട്ടുകൊടുക്കത്തില്ല. വേറെ ആരും പ്രസംഗിച്ചാൽ ഞാൻ മൈൻഡും ചെയ്യത്തില്ല. എങ്ങനെ രക്ഷപ്പെടും? ഞാൻ മാത്രമായിരിക്കും പാട്ട് പാടുന്നത്. വേറൊരു കുഞ്ഞുങ്ങൾക്ക് ഞാൻ പാട്ട് പാടാൻ
മിണ്ടുന്നില്ലല്ലോ ആരും. ഞാൻ മാത്രമായിരിക്കും ഇല്ല, എന്താ എൻ്റെ ചിഞ്ചിലി പോവും. സ്തോത്രം. സഭയ്ക്കകത്ത് വർധനവുണ്ടായിരിക്കണം. നന്നായിട്ട് വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാവരും കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ വാദം. സ്തോത്രം. സഭയ്ക്ക് വർധനവുണ്ടാകണം. നിങ്ങളുടെ ചാർച്ചക്കാർ, കുടുംബക്കാർ അവരുടെ സുവിശേഷം പറയണം, അവരെ ഈ മാർഗത്തിൽ കൊണ്ടുവരണം. അതിനാ ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. എന്ത് ചെയ്താൽ അവരോട് മിണ്ടുകയില്ല, അവരോട് സഹകരിക്കത്തുമില്ല. നമ്മളേക്ക് നിങ്ങളെ അനിയനുമായിട്ട് എങ്ങനെയാണ്? ജാതികളാണ്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന പ്രാർത്ഥന, അപ്പോ ആയിരങ്ങൾ നശിക്കുന്നു. എന്തിനാ നീ 1000-ന്റെ പുറകെ പോകുന്നത്? നിന്റെ അപ്പുറം തൊട്ട് അനിയൻ താമസിക്കല്ലേ? നീ 1000-ന്റെ പുറകെ പായുന്നേ. അപ്പോ നോർത്ത് ഇന്ത്യക്കായി, നോർത്ത് ഇന്ത്യയിൽ എത്രയോ ലക്ഷക്കണക്കിന്, നോർത്ത് ഇന്ത്യ വരെ എന്തിനാ ആന്ധ്രയിലോട്ട് ട്രെയിനിൽ കയറി പോകുന്നേ? നിന്റെ തൊട്ടപ്പുറയല്ലേ അവർ താമസിക്കുന്നേ? അങ്ങോട്ട് കയറുകയല്ല, എന്നിട്ട് ആന്ധ്രയ്ക്ക് പോകാനിരിക്കുക. പണ്ടേ ചിങ്ങവനത്തെ തള്ള പറഞ്ഞ പോലെ ഒറ്റ മോനെ, എന്നാലും ഞാൻ പറഞ്ഞത് ഒരു മോനേ ഉള്ളു. അവൻ യോഗത്തിനിടയിൽ അങ്ങ് സമർപ്പിച്ച് ചൂശാറ്റ് വേലയ്ക്ക് പോകാൻ. അവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ പോവുക. പെട്ടെന്നായതുകൊണ്ട് തള്ളയ്ക്ക് ഒരു മോനേ ഉള്ളു, അപ്പനില്ലാതെ വളർത്തിയത്, അമ്മയും മോനും കൂടെ താമസിക്കുന്നത്. തള്ള പറഞ്ഞ്, എൻ്റെ ജോയി, ചിങ്ങവനത്തെങ്ങും പാപിയില്ലാഞ്ഞിട്ടാന്നോടാ നീ ആന്ധ്രയ്ക്ക്? അടുത്ത ഡയലോഗ് അതിലും വിചിത്രം. എടാ, ആരും പാപം ചെയ്യാനില്ല, ഞാൻ പാപം ചെയ്യാടാന്ന്. എന്നാലും നീ ആന്ധ്രയ്ക്ക്? മകൻ പോകുന്നതിൻ്റെ മനോദുഃഖത്തിൽ തള്ള പറഞ്ഞതാ. നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ച് എത്രയോ പേരാ. ആന്ധ്രയിൽ പോകരുതെന്നല്ല എൻ്റെ വാദം. ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ പൊക്കോണം. ആദ്യം സമീപത്തുള്ളവനോട് പറയണ്ടേ, നിന്നോട് ഇടപെടുന്നവനോട് പറയണ്ടേ. എന്നും കടയിൽ ചെന്ന് പാല് മേടിക്കുമ്പോൾ പാല് തരുന്ന അവനോട് പറയണ്ടേ, യേശു രക്ഷിക്കുന്നു, അത്രയും പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടുണ്ടോ? നീ അവിടെ കിടന്ന് പാലിന് വില കൂട്ടി. ആര് പറഞ്ഞു വില കൂട്ടാൻ? പേപ്പറിൽ 25 പൈസ കുറവാകുന്നില്ല. അവിടെ കിടന്ന് അടിയുണ്ടാക്കുക. അവിടെ പിറ്റേ ആഴ്ച ടീം പ്രവർത്തനം അവന് കൊണ്ട് കൊടുക്കുക. തകരുന്ന കപ്പൽ. അവൻ പറഞ്ഞ ഞാൻ കണ്ടതാ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. വർദ്ധിക്കണം. അപ്പൊ എബ്രഹീം എന്ന വാക്കിന്റെ ഒരർത്ഥം വർദ്ധനവ്. അപ്പോൾ ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2ാമത്തെ പുത്രനാണ് എബ്രഹീം. ഇനി എബ്രഹീമിനെ പറ്റി വേദ പഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എബ്രഹീം മുടന്തനായിരുന്നെന്ന. എബ്രഹീമിന്റെ അമ്മ ആരാ? ആശേറെ ഇല്ല, യോശുവ, ജമലേ, അവരെല്ലാം സൺഡേ സ്കൂൾ പഠിച്ചിരിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, എബ്രഹീമിന്റെ അമ്മ പൊതിപറയുടെ മകളാ ആസനത്ത്, യോസേപ്പിന്റെ ഭാര്യ. അപ്പോൾ വേറെ പഠിതാക്കൾ ചിലർ പറയുന്നത് അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ എബ്രഹീം മുടന്തനായിരുന്നെന്ന. മുടന്ത്. ഈ മുടന്തുണ്ടായിരുന്നെന്ന് 2 വാക്യത്തിലാ സാധാരണ ചിലർ തെളിയിക്കുന്നത്. നിങ്ങൾ വായിച്ച 2 വാക്യം മുടന്തുണ്ടെന്ന് തെളിയിക്കുന്ന 2 വാക്യങ്ങൾ വേദപഠിതാക്കൾ ആ വാക്യങ്ങളെ അങ്ങനെയാണ് ചിലർ വ്യാഖ്യാനിച്ചു തരുന്നത്. അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ മുടന്തായിരുന്നെന്ന്. നിങ്ങൾ ഹോശയ്യ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ഹോശയ്യ 13:13. സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എബ്രഹീമിനെ പറ്റി ആ പരാമർശിക്കുന്നത്. പ്രസവ സമയത്ത് എബ്രഹീം തൻ്റെ അമ്മയാകുന്ന ആസനത്ത് എന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭദ്വാരത്തിങ്കൽ കുട്ടി എത്തിയില്ല. ഗർഭദ്വാരത്തിങ്കൽ ഈ കുട്ടി വരാഞ്ഞത് അകത്ത് മുടന്തി കിടക്കുകയായിരുന്നെന്നാണ്. അത് ആ ടൈമിൽ ഈ വിഷയത്തിന് പരിഹാരം വരാഞ്ഞത്. ഗർഭദ്വാരത്തിങ്കൽ കുട്ടി ടൈമിൽ എത്തിയില്ല, കാരണം മുടന്തുണ്ടായ അകത്ത് കിടക്കുക. അതൊന്നുകൂടെ ഉറപ്പിക്കുന്ന വാക്യമാണ് 11:2 ഹോശയ്യ.
അവരെ വിളിക്കും തോറും അവർ വിട്ടകന്ന് പോയി ബാൽ ബിംബങ്ങൾക്ക് ബലി കഴിച്ചു. അടുത്തത്, ഞാൻ എഫ്രൈമിനെ നടക്കാൻ ശീലിപ്പിച്ചെന്ന മുടന്തുണ്ടായിരുന്നെന്ന. അപ്പൊ അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ മുടന്തി കിടക്കായിരുന്നു. അതുകൊണ്ട് ടൈം ആയപ്പോൾ ഗർഭദ്വാരത്തിൽ കുട്ടി വന്നില്ല, മുടന്തി കിടന്നത് കൊണ്ടാണ്. അതൊന്നുകൂടെ തെളിയിക്കുകയാണ് 11:2. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. മുടന്തുണ്ടായിരുന്നെന്ന ചെറുപ്പത്തിൽ നടപ്പാൻ ശീലിപ്പിച്ചു. ആത്മീക ലോകത്ത് മുടന്തുള്ള ധാരാളം ആൾക്കാരുണ്ട്. 2, 5, 8, 10 വർഷമായാൽ ഇപ്പോഴും ഇങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമ്മളെ സ്കൂളിൽ പഠിച്ചല്ലോ, ഹരിശ്രീ ഗണപതായ നമ അവക്കിന വസ്തു, ഈ പിന്നെ കായിക്ക എല്ലാം പഠിച്ചതല്ലേ? അത് 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ?